സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്നാണെങ്കിലും സ്മോക്കിംഗ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ് എന്നാക്കുന്നവരുമുണ്ട്. ഞാനും അത്തരത്തിലുള്ള ജീവിതത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ബട്ട് മൈ നെയിം ഈസ് സംഗീത് ആൻഡ് ഐ ആം 24 years old. പ്രാരാബ്ധം ഏതൊരു വ്യക്തിയുടെയും ജന്മാവകാശമാണല്ലോ. അതുകൊണ്ട് ഞാൻ അത് നിഷേധിച്ചില്ല. പക്ഷേ പഠിത്തം മുടങ്ങി ആയതുകൊണ്ട് വലിയ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകേണ്ടി വന്നില്ല. മോശമില്ലാത്ത ശമ്പളം കയ്യിൽ വന്നു തുടങ്ങിയപ്പോൾ സ്നേഹിച്ച പെണ്ണിനൊരു മാല വാങ്ങിക്കൊടുത്തു. അവളത് ചോദിച്ചതല്ലെങ്കിലും തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു. കാരണം അച്ഛൻ്റെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി കാശിന് ആവശ്യം വന്നപ്പോൾ അവളുടെ ആ മാലയാണ് അച്ഛനെ തിരിച്ചു കൊണ്ടുവന്നത്. അന്നൊരു കാര്യം എനിക്ക് ബോധ്യമായി. കാശിനേക്കാൾ മേലെ ഒന്നും ഉണ്ടെന്നും അതിന് പലതിനും ജീവൻ നൽകാൻ കഴിയുമെന്നും. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോഴേക്കും സാഹചര്യങ്ങൾ അവയെ നമ്മളിൽ നിന്ന് ഒരുപാടകലെ എത്തിച്ചിട്ടുണ്ടാകും. പ്രണയിച്ച പെണ്ണിൻ്റെ വില മനസ്സിലായത് അന്നായിരുന്നു. പിന്നീടുള്ള പ്രശ്നങ്ങളെ ഓർത്ത് വിഷമിക്കാറുണ്ടെങ്കിലും എന്നെ പിന്തുടർന്ന ആ വ്യക്തി എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. സിഗരറ്റ്. പിന്നീടങ്ങ് ജീവിതം ഒരു ചിത കത്തുന്നത് പോലെ കത്തി തുടങ്ങി. 12ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ ജീവിതം. അന്ന് തുണ്ട് ബീഡിയിലായിരുന്നു. കോളേജ് ഘട്ടത്തിൽ സിഗരറ്റിലായി. അതൊരു സ്റ്റൈലാക്കിയപ്പോൾ കൂടുതൽ സമയം അതിനായി മാറ്റിവെക്കേണ്ടി വന്നു. പിന്നീട് സ്വന്തമായി കാശ് കയ്യിൽ വരാൻ തുടങ്ങിയപ്പോൾ പല പേരോടുകൂടി ഷർട്ട് പോക്കറ്റിലും പാൻസ് പോക്കറ്റിലും നിറഞ്ഞു. അതിന് പകരം വെക്കേണ്ടി വന്നത് എൻ്റെ ലൈഫായിരുന്നു. യെസ്, ഐ ആം എ ക്യാൻസർ പേഷ്യൻ്റ്. ഡോക്ടർ വൈഗിത് സക്രിയ, അദ്ദേഹമാണ് ഈ കാര്യം എന്നോട് പറഞ്ഞത്. കൂടാതെ എന്നെ ആശ്വസിപ്പിക്കാനായി കുറച്ച് മെഡിസിൻസും കുറിച്ചു തന്നു. എനിക്കിനി അധികം സമയമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നും മനസ്സിലായി. ഈ അവസാന നിമിഷത്തിൽ ഇവനും എൻ്റെ ഒപ്പമുണ്ടാകണം. ഇവൻ എരിഞ്ഞു തീരുന്നിടത്ത് എനിക്ക് എരിഞ്ഞു തുടങ്ങും. ദിസ് ഈസ് മൈ ലാസ്റ്റ് സിഗരറ്റ് ഇൻ മൈ ലൈഫ്. ഇങ്ങോട്ട് വരും മുമ്പ് നേരിട്ട് കാണാതെ പല കാര്യത്തിനും സൊല്യൂഷൻ തന്നിരുന്ന കുറച്ച് നല്ല ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, അവർക്ക് ഗുഡ് ബൈ എന്ന മെസ്സേജിൽ എല്ലാം നിർത്തി. അവൾക്കയച്ച ലാസ്റ്റ് മെസ്സേജ് സോറി എന്നാണ്. അവൾ എനിക്ക് തന്ന സ്നേഹത്തിൻ്റെ ഒരംശം പോലും തിരിച്ചു നൽകാത്തതിന്. അതെല്ലാം ചെയ്യാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നി. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവസാനമായി അച്ഛൻ പറയുന്നത് കേട്ടു. ഞാൻ കാരണം അവൻ ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരു ലോണിന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. അത് കിട്ടിയാൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അവനെ ഒന്ന് പഠിപ്പിക്കണം. അത് കേട്ടപ്പോൾ അച്ഛനോട് എല്ലാം പറയണമെന്ന് തോന്നി. പക്ഷെ എന്തിന്? തിരിച്ചു പോകണമെന്ന് ആഗ്രഹം. പക്ഷേ